Good morning, all. Good morning, Good ma'am. morning. പ്രപഞ്ച സൃഷ്ടി താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് അബ്ദുൽ വഹാബ് സാറാണ്. സാർ ടീച്ചറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. സാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാലേ സർ? Okay. Okay. Hello. A very good morning to all of you. സർവശക്തന്റെ സമാധാനം ഇവരുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെ ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്ത നമ്മുടെ ഈ ഒരു വിമ്പിൾ മോർണിംഗ് സർക്കിളിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സച്ചിന മാം, ഈ ഒരു വളരെ ഏറ്റവും ക്രൂഷ്യലായ ഈ ഒരു സമയത്ത് എൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി ദിനേന എന്നോണം ഇവിടെ എത്തിച്ചേരുന്ന ഇവിടെയുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി ഈ ഒരു സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി സ്ഥിരമായി അവനൊരു പ്രശ്നക്കാരനാണ്. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീച്ചറിന് എല്ലാ ദിവസവും അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം പറയാനുണ്ടാകും. അവൻ്റെ ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, മറ്റു കുട്ടികളുമായിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ അവന് പഠിക്കുന്നില്ല, അവൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവനായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളുടെ തുടർച്ച, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. പ്രിൻസിപ്പലിനാണെങ്കിൽ അവൻ്റെ പാരൻസിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അങ്ങനെ അത് തീർക്കാനുള്ള സമയം അദ്ദേഹത്തിനുള്ളൂ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആ സ്കൂളിലേക്ക് ഒരു പുതിയൊരു അധ്യാപകൻ വരികയാണ്. ആ അധ്യാപകൻ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നു. കാരണം സ്റ്റാഫ് റൂമിലെല്ലാം ഇപ്പോൾ പലപ്പോഴായി ഇവൻ്റെ പേര് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സാറും ക്ലാസ്സിൽ അത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി എല്ലാവരും ഈ കുട്ടിയെ ഇങ്ങനെ പറയാൻ എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ടല്ലോ, കാരണം സാറിന് ചില അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ ക്ലാസ്സിൽ അവൻ നല്ല ഉഷാറായി ഇരിക്കുകയും നല്ല അറ്റൻഡൊക്കെ ചെയ്ത് കണ്ടപ്പം ആ ദിവസം ആ സാറ് കുട്ടിയെന്ന് പേഴ്സണലി വിളിച്ചിട്ട് അവനെ ഒന്ന് കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് അവനോട് സംസാരിച്ചു. അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ പിടിച്ചിട്ടല്ല സംസാരിക്കുന്നത്, നേരെ മറിച്ച് നിന്നായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തിൽ അവനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സംസാരിച്ചു. കുറച്ചു നേരം സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞോടുകൂടി ഈ കുട്ടി കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ കുട്ടി അവൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവൻ പറഞ്ഞു അവൻ്റെ വീട്ടിലെ ഉള്ള അവസ്ഥകൾ പറഞ്ഞപ്പോൾ സാറും തന്നെ അറിയാതെ സാറിൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീർ വരാൻ തുടങ്ങി. ആ കുട്ടിയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി അച്ഛൻ എന്ന് പറയുന്നത് സ്ഥിരമായി മദ്യപിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ്. അമ്മയുമായി വഴക്കിടും. അങ്ങനെ സ്വാഭാവികമായും അമ്മയും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഇവനുമായി നിരന്തരം വഴക്കിടുന്ന അത്തരം ഒരു സന്ദർഭത്തിലാണ് ആ കുട്ടി വരുന്നത്. എന്നാൽ ഞാൻ ഈ ഒരു സെനേറിയോ അതിൻ്റെ കുറച്ച് പിന്നെ ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു അധ്യാപകൻ വരുന്നത് വരെ സ്റ്റാഫ് റൂമിലെ ചർച്ചയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചു അല്ലേ. കാരണം ടീച്ചേഴ്സൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവന് പ്രശ്നക്കാരനാണ് അല്ലേ. അങ്ങനെ പ്രിൻസിപ്പൽ പറഞ്ഞ അവസാനം പറയുന്നത് അവൻ്റെ പാരൻസിന് അവനെ നോക്കാൻ സമയമില്ല, കൊള്ളില്ല. കാരണം എപ്പോഴൊക്കെ പ്രശ്നമുണ്ടായി പാരൻസിനെ വിളിക്കുമ്പോഴും അവിടെ പാരൻസ് ഇല്ല, ആ അമ്മ മാത്രമേ വരുള്ളൂ. അച്ഛൻ ഒരിക്കലും പിന്നെ സ്കൂളിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ അധ്യാപകരടക്കം പറഞ്ഞ് ഇവൻ്റെ പ്രശ്നം പറഞ്ഞ് ഇവന് പിന്നെ തീരെ അനുസരണല്ല, പ്രശ്നക്കാരെന്നൊക്കെ പറയും. അവർ എന്തെങ്കിലുമൊക്കെ ചില ടീച്ചേഴ്സൊക്കെ പറയും അവന് LD ആണ്, ചിലർ പറയും അവൻ MR ആണ്. അങ്ങനെ പല രീതിയിൽ. കാരണം അവന് എഴുതാനും വായിക്കാനും കാര്യമൊക്കെ അറിയില്ല. അപ്പോൾ അവർ അങ്ങ് പറയുകയാണ്. ഞാൻ ഈ ഒരു കഥ ഇവിടെ പറയാൻ കാരണം
ഇവിടെ അധ്യാപകരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുള്ള സ്ഥിരം അനുഭവമാണ് അല്ലേ. ഒരു പിന്നെ അധ്യാപകർ വരുമ്പോൾ തന്നെ ഈ ഒരു അധ്യാപകർ വന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളവരൊക്കെ അവർ മുന്നറിയിപ്പ് കൊടുത്തു, ഇന്ന ക്ലാസ്സിൽ ഇന്ന ഒരു കുട്ടി ഉണ്ട് കേട്ടോ, അവന് ഇന്നതാണ്. പലരും പറഞ്ഞ പല രീതിയാണ്. ചില ഈ പറഞ്ഞ ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. അവന് പിന്നെ ഡിപ്രഷനാണ്, അവന് പിന്നെ ഭയങ്കര പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ്, അങ്ങനെ പല പേരുകൾ ഒക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണല്ലോ. അതൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു കഥ, ഇതൊരു കഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു വെറും കഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരം ഒരു ആ കുട്ടി ആരും എക്സ് ഓർ വൈ ആരുമാവട്ടെ, ഇത് അധ്യാപകരായിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പിന്നെ ഒരു റിയൽ എക്സാമ്പിളാണ്. ഇനി ഇത്തരത്തിലുള്ള ഇതിൽ അധ്യാപകരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഒരു നമ്മളെ ശ്രോതാക്കളിൽ? 8 വർഷം അധ്യാപിക ആയിരുന്നു. 10 വർഷത്തെ ആ, ഓക്കെ. ബ്രേക്കിന് ശേഷമാണ് ഇതിലോട്ട് വന്നത്. ഓക്കെ. ഓക്കെ. എന്തായാലും മാം ഒന്ന് പറയാമോ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഈ ഒരു ഉദാഹരണത്തിൽ ഇതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ മാമിൻ്റെ അനുഭവം പറയാമോ? കുട്ടികൾ അങ്ങനെ ദേഷ്യം കാണിക്കുന്നത് പേരൻസിൻ്റെതാണ് കൂടുതലും പ്രശ്നം. വീട്ടിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല. അത് അതെ 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 അതെ. ടീച്ചേഴ്സ് ഇടപെട്ട് അതിനെ ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ ചിലപ്പം പറയത്തില്ലായിരിക്കും. ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടി അത് സംസാരിക്കത്തില്ല. അത്രയും സ്നേഹത്തോടെ ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പേരൻസിനെ അറിയിക്കണം എന്നാണ്. അതെ അതെ. ഓക്കെ, താങ്ക് യു മാം. അതായത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞൊരു ഒരു ഉദാഹരണത്തിൽ അല്ലേ, നമ്മുടെ ആ ഒരു അധ്യാപകർ വരുന്നവരെ ടീച്ചേഴ്സ് എല്ലാം അവരെല്ലാം ജഡ്ജ്മെൻ്റൽ ആയിരുന്നു അല്ലേ. അവരെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ട്, ഇവന് ഒരു പ്രശ്നക്കാരനാണ്. ഞാൻ എൻ്റെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ടൈറ്റിലേക്ക് വരാം. ട്രോമ ഇൻഫോംഡ് സൈക്കോളജി. ആക്ച്വലി ഈ ഒരു ടേമൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പക്ഷെ ഞാനിത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സൈക്കോളജി കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഒരുപാടെണ്ണം വന്നു. അതിലാണ് ഇത് ഒന്ന് എൻ്റെ കയ്യിൽ ഉടക്കിയത്. കാരണം ഇത് ഉടക്കുന്ന സമയത്ത് ഇതിനൊരു സബ് ടൈറ്റിൽ ഉണ്ട്. ആ സബ് ടൈറ്റിലാണ് അതിനെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. ആ സബ് ടൈറ്റിൽ ഇത്രേ ഉള്ളൂ, ഈ ഒരു ട്രോമ ഇൻഫോംഡ് സൈക്കോളജി അത് വന്നതോടുകൂടി ഇത് പിന്നെ ശരിക്കും 1990s വെലിറ്റി എന്ന് പറയുന്ന ഒരു സയൻസ് എന്താന്ന് പറഞ്ഞ രണ്ട് പേരാണത് കോയിൻ ചെയ്ത് വരുന്നത്. അത് 1990s തുടങ്ങിയെങ്കിലും 2000 ശേഷമാണ് ഇത് കൂടുതൽ റെലവൻ്റ് ആവുന്നതും അതല്ല അത്രയും ഇതാവുന്നത്. ഈ ഒരു അതായത് എയ്സ് മെത്തേഡ് എന്നാണെന്ന് പറയാം, അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് അബ്യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡാണ്. ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. ഈ ഒരു ഇതിന് ശേഷം ഈ ഒരു പിന്നെ ഇത് കോയിൻ ചെയ്തതിന് ശേഷം അവർ പറയുന്നത്, എല്ലാവരും സൈക്കോളജിസ്റ്റും എല്ലാവരും അവർ വാട്ട് ഈസ് റോങ് വിത്ത് യു എന്ന ഒരു പിന്നെ ചോദിക്കുന്നതിന് പകരം, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ഹാപ്പൻ ടു യു, അല്ലെങ്കിൽ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു പിന്നെ ആറ്റിറ്റ്യൂഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ വിശദീകരിക്കാം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ആ ഒരു അധ്യാപകൻ വരുന്നവരെല്ലാവരും പറഞ്ഞെന്താ, അവൻ ഒരു പ്രശ്നക്കാരനാണ്, അവനെന്തോ പ്രശ്നമുണ്ട്, അവൻ റോങ് ആണ് എന്നുള്ള ഒരു ജഡ്ജ്മെൻ്റൽ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് അവരെല്ലാം സംസാരിച്ചത് അല്ലേ. അതായത് അവനെ പറഞ്ഞുകൊണ്ട് അവരെ പാരൻസിനെ പോലും പിന്നെ ഒരു ചീത്ത പറയുന്ന ഒരു പ്രശ്നക്കാരാക്കുന്ന ഇതിലേക്ക് പോയി. നേരെ മറിച്ച് ആ ഒരു പുതിയ അധ്യാപകൻ വന്ന സമയത്ത് അദ്ദേഹം അവനോട് വിളിച്ച് ചോദിച്ചത് നിനക്കെന്ത് പറ്റിയെന്നുള്ളതല്ല, അല്ലെങ്കിൽ വാട്ട് ഈസ് റോങ് വിത്ത് യു എന്നല്ല, നിനക്ക് എന്താണ് സംഭവിച്ചതെന്നാണ്. കാരണം അതുവരെ അവൻ കേട്ടത് നീ ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ളൊരു ടോൺ മാത്രമാണ്. നേരെ മറിച്ച് ഇവിടെ ഈ ഒരു സാർ വന്നിട്ട് നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് തന്നെ തോന്നി, എൻ്റെ ഒരു പ്രശ്നമല്ല, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നല്ല ഈ സാർ പറയുന്നത്. നേരെ മറിച്ച് എന്തൊക്കെയോ കാരണം കൊണ്ട് നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ, അതായത് ആ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അതായത് നിനക്കെന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു നീ പ്രശ്നക്കാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയൊക്കെ തുടങ്ങുന്നത്. അതോടുകൂടി ഈ കുട്ടി ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബാക്കിയുള്ള ആരെന്ത് പറഞ്ഞാലും ആ കുട്ടി കേൾക്കില്ല. നേരെ മറിച്ച് അതിനെല്ലാം മാറി പുതിയൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഒരാൾ വരികയാണ്. അതായത് നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തോളിൽ കൈയിട്ട്, അതും പ്രത്യേകിച്ചും ആ സാറ് അവരൊരു പ്രശ്നം ഉണ്ടാക്കാത്ത ദിവസമാണ്, അത് നന്നായി പെർഫോം ചെയ്ത ദിവസമാണ് ആ കുട്ടിയെ വിളിച്ച് കൊണ്ടുപോയത്. അപ്പോൾ തന്നെ അവനക്ക് പിന്നെ അവൻ ആദ്യം ആലോചിച്ചത് ഇന്നിപ്പോൾ എന്താ എനിക്കൊന്നും കുഴപ്പമില്ലല്ലോ. പക്ഷേ ആ സാറ് നേരെ ചോദിച്ചത് അതല്ല,
പിന്നെ എല്ലാവരും ചോദിച്ച പോലെയല്ല. നിനക്ക് എന്ത് പറ്റി എന്നല്ല ചോദിച്ചത്, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അവൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ആ കുട്ടി തുറന്നു പറഞ്ഞത്. ഇവിടെ ആണ് നമ്മുടെ ടോപ്പിക്ക്, ട്രോമ ഇൻഫോംഡ് സൈക്കോളജി. അതായത് ഏതൊരു ബിഹേവിയറിന് പിന്നിലും, ഏതൊരു റെസ്പോൺസിന് പിന്നിലും ഒരു റീസൺ ഉണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്ന പേര് ട്രോമ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പോസിറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയറിനെ ആരും പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കൊന്നുമില്ല. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിലേക്ക് പോവുക, ആണല്ലോ. ഇപ്പൊ ഇവിടെ ഈ ഒരു കുട്ടി ആ ഒരു സ്കൂളിൽ ഉള്ള പിന്നെ 500ഓളം കുട്ടികളിൽ ഈ ഒരു കുട്ടി എന്തുകൊണ്ട് സ്റ്റാഫ് റൂമിൽ എപ്പോഴും ചർച്ചയാവുന്നു? കാരണം ആ കുട്ടിയിൽ സംതിങ് അവർ മനസ്സിലാക്കുന്ന എന്തോ റോങ് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ, അവൻ്റെ ഒരു നെഗറ്റീവ് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം അത്രയും ബാക്കി പിന്നെ പിന്നെ അവർ പറയും, ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും നല്ല കുട്ടികൾ അവർ പറയും. പക്ഷെ അതേ നല്ല കുട്ടി എന്തെങ്കിലും ഈ ഒക്കേഷനിൽ മാത്രമേ അവർ പറയുള്ളൂ, എന്തെങ്കിലും പ്രത്യേക സന്ദർഭം വെച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കുട്ടി ഡെയിലി പ്രശ്നക്കാരത് കൊണ്ട് തന്നെ, അവനെ കൊണ്ട് നിരന്തരമായ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻ വിത്ത് യു എന്നുള്ളതിലേക്ക് നമ്മൾ മാറുമ്പോഴുള്ള അതിൻ്റെ വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ആ കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിക്ക് സിബ്ലിങ്സും ഉണ്ട്. ഇവനും ആണ് മൂത്ത കുട്ടി. അവൻ്റെ താഴെ 2-3 പിന്നെ സിബ്ലിങ്സും അവന് പിന്നെ താഴെ പിന്നെ അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് ചെറുപ്പം മുതലേ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ വഴക്ക് കാരണം കള്ളു കുടിച്ച് വരുന്ന അച്ഛൻ. അപ്പോൾ ഒരച്ഛൻ്റെ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഒരു അച്ഛൻ പിന്നെ അവൻ ചെറുപ്പം മുതലേ കാണുന്നത് അമ്മയെ ഉപദ്രവിക്കുന്നതാണ്. ചെറുപ്പത്തിലൊക്കെ തുടക്കത്തിൽ അവൻ അമ്മയെ ഉപദ്രവിക്കുമ്പം അതിൻ്റെ അടുക്ക് വരും, അവനെ അടക്കം ഇടിച്ച് പിന്നെ തെറിപ്പിക്കുന്ന, അവനെ അടിക്കുന്ന, അവനെ വലിച്ചെറിയുന്ന അനുഭവങ്ങൾ അവനൊക്കെ ഉണ്ട്. തുടക്കത്തിൽ അവൻ എതിർക്കാൻ പോയെങ്കിലും പിന്നെ പിന്നെ അവന് മനസ്സിലായത് ഈ അച്ഛൻ വരുന്നതിന് മുമ്പ് അവന് പിന്നെ വേറെ എവിടെയെങ്കിലും മൂലക്ക് പോയിരുന്ന് ഉറങ്ങാൻ ശ്രമിക്കും, കാരണം അവന് കാണാൻ വയ്യ. പിന്നെ പിന്നെ തുടക്കത്തിലൊക്കെ അമ്മക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അച്ഛനിൽ നിന്ന് കിട്ടുന്ന എല്ലാം പിന്നെ ഈ എന്താ പറയുക, ഈ ടോർച്ചറും കാര്യങ്ങളെല്ലാം കൂടിയും ഈ അമ്മയും അവസാനം തീർക്കുന്നത് എവിടെയാ, ഈ മക്കളിലാണ്. കാരണം അമ്മ പിന്നെ ഇങ്ങനെ ഇത്രയൊക്കെ കിട്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ മക്കൾ ഇവനടക്കം അമ്മയോട് ചോദിച്ചു വരുമ്പോൾ ഈ കിട്ടിയതെല്ലാം അമ്മയുടെ അടുത്താണ് അവന് പ്രയോഗിക്കുന്നത്. അങ്ങനെ ഇവന് കിട്ടിയത് ഇവൻ തുടർന്നെന്ത് ഇവന്റെ താഴെയുള്ള സിബ്ലിങ്സിനെ അവർ ഇതേ രീതിയിൽ പിന്നെ അങ്ങേറ്റം അവരെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അത് കാരണം നമുക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ലൊരു സമയം, ഒരു വിദ്യാർത്ഥി സ്കൂളിൽ നല്ലൊരു സമയം, ലൈവ് സമയം അവന് സ്കൂളിൽ ചെലവഴിക്കണത്. പിന്നെ അവനക്ക് അവിടെ സ്കൂളിൽ എത്തുന്നത്, അവൻ സ്കൂളിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഈ കിട്ടുന്നതെല്ലാം അവൻ തീർക്കുന്ന എവിടെയാ, അവൻ്റെ സഹപാഠികളിലാണ്. അപ്പൊ ഇതില് പിന്നെ ഈ ഒരു സംഭവം പറയുന്നത് വെച്ചാൽ ശരിക്കും ഈ ഒരു കുട്ടി അവൻ അങ്ങനെയല്ല ഒരിക്കലും. നമ്മളെല്ലാം പഠിച്ചെന്താ, നമ്മളെ മത പിന്നെ പാഠപുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഏതൊരു കുട്ടിയും നല്ലൊരു പ്രകൃതത്തോടു കൂടിയാണ് ജനിക്കണമെന്നാണ്, അല്ലെ? നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഒരിക്കലും ഒരു കുട്ടി പിന്നെ ക്രിമിനലായിട്ടോ അല്ലെങ്കിൽ മോഷ്ടാവായിട്ടോ കൊലപാതകമായിട്ടോ ഒന്നല്ല ജനിക്കുന്നത്. പിന്നീട് അവൻ്റെ ജീവിത സാഹചര്യം അതിലേക്ക് മാറ്റം നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഈ ഒരു കുട്ടിയും ജനിച്ചത് നല്ലൊരു ശുദ്ധ പ്രകൃതിയോട് തന്നെയാണ്. പക്ഷേ അവൻ്റെ വീട്ടിലെ സാഹചര്യം അവൻ അങ്ങനെ ആക്കി മാറ്റി. ഇവിടെ ആ കുട്ടിയിൽ സംഭവിച്ച മുറിവ്, അല്ലെ, അതിന് മുറിവ് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള മുറിവ് മാത്രമല്ല, അല്ലെ, മാനസിക ട്രോമ എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക മാനസികമായ മുറിവുകൾക്കാണ്. ഈ ട്രോമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് കാണണം. ട്രോമകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ട്രോമ ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ പേഴ്സണലല്ല, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു അധ്യാപനങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കണ്ണൂരിൽ ഒരു അധ്യാപകനെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വളരെ നിഷ്ഠൂരമായിട്ട് ചില രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചില കാപാലികർ കൊന്നു കളഞ്ഞു. ആ കുട്ടികൾ, അന്ന് അത് ഫിറ്റ്നസ് ആയിട്ടുള്ള ആ കുട്ടികൾ വർഷങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് അതൊരു ട്രോമയാണ്, ഒരു ഷോക്കാണ് അതിന് പുറത്തേക്ക് വരാൻ. കാരണം നമ്മളത് ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ മുമ്പ് വെച്ചാണ് അവരേറ്റവും ഒരു പിതൃതുല്യം സ്നേഹിക്കുന്ന ഒരു അധ്യാപകനെ കുറേ ആളുകൾ വന്നിട്ട്, കാരണം അവരുടെ മനസ്സിന് താങ്ങാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ പോലെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ എങ്ങനെയായാലും അതവിടെ കിടക്കും. പിന്നെ അത്രയും തെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് ഒരുപാട് കൗൺസിലിങ്ങുകളൊക്കെ ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നാണ്. ഈ ചില ആളുകളൊക്കെ ഇപ്പം വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്നൊക്കെ അവർ മുതിർന്ന ആളുകളാണ്. അപ്പം അവർ പിന്നീട് പങ്കുവെച്ച അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. കാരണം അവർ കുറേ സമയം എടുത്തു.
അതിൽ നിന്ന് പിന്നെ തിരിച്ചു വരാന് സോറി, ഒരു കോൾ വന്നാണ്. ഓക്കെ, അതിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എത്രേ ഉള്ളൂ. ഒന്ന് വെയിറ്റേ. ഇത്തരം ട്രോമകൾ അത് ട്രോമയാണ്. അത് ഇൻസ്റ്റന്റ് ഈ ഈവെന്റുകൾ, ഇത്തരം അല്ലെങ്കിൽ ചില ആക്സിഡന്റുകളൊക്കെ കൺമുന്നിൽ കണ്ട കുട്ടികൾ തന്നെ ആണൊന്നുമില്ല കേട്ടോ, കുറച്ച് ചെറിയൊരു മുതിർന്ന സമയത്തൊക്കെ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ അത് നിൽക്കുക. കാരണം വളരെ ഇപ്പൊ ഈ ഒരു സന്ദർഭം, ഒരു അധ്യാപകനെ കുട്ടികൾ വധിക്കുന്ന സന്ദർഭം ആലോചിച്ച് വെക്കുക. ആ കുട്ടികൾ നിസ്സഹായരാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ ഒരു ഇത് സംഭവിക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഗ്രീഫ് വരും. കാരണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അധ്യാപകൻ അവർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തടുക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു ട്രോമയാണ്, ഇൻസ്റ്റന്റ്. പക്ഷേ ഇതിനേക്കാളും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന ട്രോമയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഉള്ളത്. കാരണം തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഈ എസ്പെഷ്യലി മെന്റൽ ടോർച്ചറിങ്, അത് പ്രത്യേകിച്ചും നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വന്തം വീടുകളിൽ നിന്നാണ്. അതിൽ എന്തും വരാം. ഇപ്പോൾ നമുക്കറിയാം ചൈൽഡ് അബ്യൂസുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇത്തരം ചൈൽഡ് അബ്യൂസുകൾ തുടർച്ചയായി വന്ന് ഇതൊക്കെ പിന്നെ എന്താ പറയുക, അത് അങ്ങേയറ്റം ഈ ചൈൽഡ് അബ്യൂസ് കിട്ടിയൊരു കുട്ടി ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഒരു സ്വഭാവങ്ങളൊക്കെ മാറും. തുടർന്ന് ആ കുട്ടി ഇപ്പോൾ ഈ ഒരു കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വളരെ കെയർ വേണ്ട ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. പക്ഷേ ആ ഒരു അധ്യാപകൻ വരുന്നത് വരെ, ആ അധ്യാപകൻ ഒരു എമ്പത്തറ്റിക് ആയിട്ട് ആ കുട്ടിയെ ഡീൽ ചെയ്യുന്നത് വരെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, അവിടെ പിന്നെ അങ്ങനെ ഒരു കെയറെ കിട്ടിയിട്ടില്ല, സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പിന്നെ ട്രോമ കിട്ടിയ ഒരു കുട്ടി ഓട്ടോമാറ്റിക്കലി അവന് രണ്ട് രീതിയിലാണ് അവനെ റെസ്പോണ്ട് ചെയ്യുക. ഇതിന് നമ്മളെ ഈ ഒരു മെത്തേഡിൽ പറയുന്നത് വെച്ചാൽ സർവൈവലാണ്. കാരണം അവര് നിലനിൽക്കാൻ വേണ്ടി, അതിൽ നിന്നും രക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ്. അതിനൊക്കെ അവസാനം ചിലപ്പോൾ എന്തായി മാറും, അത് സൂയിസൈഡിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സർവൈവൽ, ഈ ഒരു മെത്തേഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ബിഹേവിയറൽ റെസ്പോൺസുകളെല്ലാം അതൊരു സർവൈവൽ മെത്തേഡ്സ് ആണ്. കുട്ടി പിന്നെ വീട്ടിൽ നിന്ന് ഒന്നുകിൽ അവൻ വിഡ്രോവല് സിംറ്റമിലേക്ക് നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയും അല്ലേ. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വേറെ ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ്. ഇത് എന്തിൽ നിന്നും ഉൾവലിയുന്ന ഒരു നെഗറ്റീവ് അങ്ങേറ്റവും ഭീകരമായിട്ട് ഇൻട്രോവേർഷൻ ഉണ്ട്. ആ ഇൻട്രോവേർഷനിലേക്കാണ് കുട്ടി പോകുക. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസിക്കേണ്ട, തന്നെ കെയർ ചെയ്യേണ്ട പാരൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ കെയർ ചെയ്യുന്നില്ല. അതോടുകൂടി ആ കുട്ടിക്ക് ആരും വിശ്വാസമില്ല. ആരും വിശ്വാസമില്ലാതാവുമ്പോൾ സംഭവിക്കുക എന്താ, സ്വാഭാവികമായിട്ടും അവന് എല്ലാത്തിൽ നിന്നും ആരും വിശ്വാസമില്ലാതെ അവിടത്തേക്കൊന്നും പോകില്ല. അപ്പൊ ഭീകരമായ ഒരു ഇൻട്രോവേഷനിലേക്ക് ഒരു കുട്ടി പോകും. അല്ലെങ്കിൽ പിന്നെ എല്ലാറ്റിനെയും ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈറ്റ് ഫ്രീസ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീസിങ്ങിലേക്കാണ് ഒരു വിഭാഗം പോവുക. വേറൊരു ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഒരു സർവൈവൽ മെക്കാനിസം. പിന്നെ നമ്മളെ ഈ പരിണാമത്തിലൊക്കെ പറയുന്നുണ്ട് അല്ലേ, ഈ സർവൈവൽ ഓഫ് ഫിസ്റ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ എവിടെയും. കാരണം ആരെയും വിശ്വാസമില്ലാത്തവരെ തന്നെ എപ്പോഴും ഇങ്ങോട്ട് അറ്റാക്ക് വരുന്നതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് പോവാം. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ ഡിഫൻസിലേക്ക് പോകുന്നതാണ് അവൻ്റെ മെക്കാനിസം. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഈ ഒരു മെത്തേഡ് പ്രകാരം അതാണ് സംഭവിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ ഇതിലേക്ക് പോകുന്നതാണ്, അത് നമുക്കറിയാം. ഈ ട്രോമ അത് നമ്മുടെ ബ്രെയിന്, ഏറ്റവും ബേസിക്കലായി ബ്രെയിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ബ്രെയിനെ പറയുമ്പോൾ നമുക്കറിയാം അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ അമിഗ്ഡാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങേറ്റം എമർജൻസി ആയിട്ടുള്ള, അങ്ങേറ്റം അത്തരത്തിലുള്ള ഒരു ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് നമ്മളെ കൂടുതൽ ഇപ്പം നമ്മൾ ഈ അഡ്രിനാലിലൊക്കെ പറയുന്ന പോലെ അതിലേക്ക് ഇതാക്കുന്ന രീതിയിലുള്ള കൂടുതൽ നമ്മൾ ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതാണ്. നേരെ മറിച്ച് നമുക്ക് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഉണ്ട് അല്ലേ. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ വെച്ചിടത്തോളം സ്വസ്ഥമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അത് അങ്ങ് ഡോർമെന്റ് ആയി മാറും, അത് ഇനാക്റ്റീവായി മാറും. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ആക്റ്റീവ് ആവില്ല. നേരെ മറിച്ച് അമിഗ്ഡാലയാണ് ആക്റ്റീവ് ആവുക. അമിഗ്ഡാലയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു, അത് പെട്ടെന്നൊരു എമർജൻസി അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലാണ് ഹോർമോൺ കാര്യങ്ങളൊക്കെ അതിലേക്ക് മാറുക. സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഞാൻ പറഞ്ഞില്ല, രണ്ട് രീതിയിലാണ്. അതിൽ ഫൈറ്റ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് പോകും, അത് വിഡ്രോവൽ സിംറ്റത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടിയുടെ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, ഇതൊക്കെ ആയതിൻ്റെ പേരിൽ ആ കുട്ടി പോലും തീർത്തും നിരപരാധിയായ ഒരു
ഇല്ല, നമ്മൾ പറയല്ലേ, ആ കുട്ടി തീർത്തും നിരപരാധിയാണ്. കാരണം ആ കുട്ടി അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് ബാക്കിയുള്ളവരെ എന്താക്കി മാറ്റുന്നത്, വലിയ കുറ്റവാളികൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന ഒരു കുട്ടി, നമ്മളെ ക്ലാസ് റൂമിൽ ഒരു 30 അല്ലെങ്കിൽ 50 കുട്ടി ഉണ്ടെങ്കിൽ അത് 50 ഇൻഡിവിജ്വലാണ്. അതായത് 50 വ്യത്യസ്തമായ പിന്നെ വീട്, കുടുംബം, എല്ലാ നിലക്കുള്ള സാമ്പത്തികമുള്ള പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന 50 വേറെ വേറെ ആളുകളാണ്. നമ്മൾ ഒറ്റയടിക്ക് ഒരു കാര്യം കൊടുത്തിട്ട് ഇതങ്ങ് ചെയ്യ് അല്ലെ എന്ന് പറയും. നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും ഇതെല്ലാം ഒരേപോലെ അവരെടുക്കണം എന്ന് പറയുന്ന നമ്മുടെ ആ മനോഭാവം എന്ത് ചെയ്യണം, അത് ആദ്യം നമ്മൾ മാറ്റണം. നേരെ മറിച്ച് ഇത് 50 പ്രത്യേക ഒരു കുട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി ഒരു പ്രത്യേക രീതിയിൽ അൺയൂഷ്വലായി അബ്നോർമലായി ഒരു പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, അവിടെ നമ്മൾ വളരെ എമ്പത്തിക്കലായിട്ടാണ് അവിടെ പെരുമാറേണ്ടത്, അതിനെ ഡീൽ ചെയ്യേണ്ടത്. കാരണം ആ ബിഹേവിയറിന് പിന്നെ എന്തെങ്കിലും കാരണമുണ്ട്. തുടർച്ചയായിട്ടാണെങ്കിൽ ഓഫ് കോഴ്സ് ദർസ് എ ട്രോമ ബിഹൈൻഡ് ഇറ്റ്. ഏറ്റവും മിനിമം അതെങ്കിലും, അതെന്തെന്നുള്ളത് പിന്നെ അതിനാണ് നമ്മൾ എന്താ പറയുക കൗൺസിലിംഗ് ഡെസ്കിലേക്ക് മാറ്റുകയോ ആ രീതിയിലൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഒരു പറയുന്ന ഒരു മെത്തേഡ് അല്ലേ, ഈ ഒരു മെത്തേഡ് ട്രോമ ഇൻഫോംഡ് സൈക്കോളജി എന്നുള്ള മെത്തേഡ്, അത് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു വലിയൊരു ഏരിയയാണ്. അതിൻ്റെ ഏറ്റവും ബ്രീഫായിട്ടുള്ള എൻ്റെ കൺസെപ്റ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ പറഞ്ഞു. ഇത് നമ്മളൊരു കുട്ടികളെ മാത്രമല്ല കേട്ടോ, ഇപ്പം കരിയറായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വർക്ക് പ്ലേസിൽ എപ്പോഴും ഒരു പ്രശ്നക്കാരായിട്ടുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലേ, ചിലപ്പോൾ പെർഫോമൻസ് ഒക്കെ കുഴപ്പമില്ലാതെ ഉണ്ടാവും, പക്ഷെ അവന് കൺസിസ്റ്റൻ്റ് അല്ല. പക്ഷെ അതേസമയം പെട്ടെന്ന് മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സുപ്പീരിയർ ആയിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുക, അങ്ങനെ ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പിന്നെ ആ ഒരു ബിഹേവിയറിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും എന്ന് ആദ്യം മനസ്സിലാക്കുക. അവിടെ എപ്പോഴും നമ്മൾ സബോർഡിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെ, സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ, ഇപ്പം നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ അവിടെ അധ്യാപകരാണ് ഇതിൽ സുപ്പീരിയർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഒരു മാനേജറിൻ്റെ കീഴിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് ആരും ആയിക്കോട്ടെ. ഈ രീതിയിൽ ആളുകൾ വരുമ്പോൾ എപ്പോഴും ആ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ ഈ സബോർഡിനേറ്റുള്ള ആളുകളോട് വളരെ എമ്പതറ്റിക് ആയിട്ട് അവരെ ഡീൽ ചെയ്ത് നല്ല രീതിയിൽ അവരെ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതിന് പകരം, വാട്ട്സ് റോങ് വിത്ത് യു എന്ന് ചോദിക്കുന്നതിന് പകരം, എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവരെ പിന്നെ ആ രീതിയിൽ ചേർത്ത് പിടിച്ചൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഒരൊറ്റ സംഭവത്തിന് ശേഷം ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരു മാറ്റം ഉണ്ടായത് മാത്രമല്ല, ആ കുട്ടി പിന്നെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ സന്ദർഭമായിട്ട് പറയാണ്, ഇപ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ എന്താ പറയുക, ഒരു പിന്നെ 50 ആളെ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ ഒരു പിന്നെ പറയാണ് എല്ലാവർക്കും പിന്നെ ഒരു കുറേ തെങ്ങും കവും കാണിച്ചു കൊടുത്ത് പറയുന്നത് എല്ലാവരും ഇതിനെ മേലെ കയറി എന്നിട്ട് അതിലെ തേങ്ങയും മടക്കൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ, അതിൽ കുറച്ച് ആളുകൾക്ക് അതിലെ കഴിവുള്ളൂ. പറ്റാവുന്നവർ കയറും ഇടും, ബാക്കിയുള്ളവർ അത് 2 സ്റ്റെപ്പ് കയറി അവിടുന്ന് താഴേക്ക് വീഴും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിന് കഴിവില്ല. ഇതേ ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് ഇതങ്ങ് ചെയ്യുമെന്ന് പറയാം, നമ്മൾ വിചാരിക്കണം എന്താ, ഇപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലുള്ള കുട്ടി എപ്പോഴും ആൻസർ പറയണ്ടേ, ബാക്ക് ബെഞ്ചിലുള്ള എല്ലാ കുട്ടികളടക്കം എല്ലാവരും ഇതിന് ആൻസർ പറഞ്ഞാൽ ഒരു ടീച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെയാണ്, എല്ലാവർക്കും തളപ്പൊന്നും കൊടുത്തിട്ട് കയറി എന്ന് പറയുന്ന പോലെയാണ്. ഒരിക്കലും എല്ലാവർക്കും കയറാനുള്ള കഴിവില്ല. കാരണം ഓരോ കുട്ടിയുടെയും IQ ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ഉപരി ഞാൻ ഈ പറഞ്ഞ ട്രോമ, ഇന്നത്തെ കാലത്തൊക്കെ അത് കൂടുതലായിരിക്കും. കാരണം ട്രോമാറ്റിക് ഇൻസിഡൻസ്, അതുപോലെ ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികളും ഒക്കെയാണ് നമ്മൾ മുന്നിലുള്ളത്. അവിടെയാണ് ഈ പറയുന്ന ഏറ്റവും വലിയ റെലവൻ്റ് ആയിട്ടുള്ള ട്രോമ ഇൻഫോംഡ് സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ അവിടേക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെ അതിൽ ഞാൻ സൂചിപ്പിച്ചില്ലേ, ഈ അഡ്വേഴ്സ് സിറ്റുവേഷൻസ്, എയ്സ് എന്നാണ് അതിൻ്റെ മെത്തേഡിന് പറഞ്ഞ പേര്. ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് CBT അടക്കമുള്ള ഒരുപാട് തെറാപ്യൂട്ടിക് കാര്യങ്ങളിലെല്ലാം ഇതെന്താണ് ഇന്ന് വളരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ മെത്തേഡ് കൂടിയാണ്. ഒരുപാട് തെറപ്പീസ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് നമ്മൾ ഇല്ലേ, നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് മനസ്സിലാക്കിയതിന് ശേഷം, ഇത് നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്കൂളുകളിലാണെങ്കിൽ അവിടെ ഇത് വളരെ റെലവൻ്റ് ആണ്. അതുപോലെ കൗൺസിലിംഗ് ഏരിയയിലാണെങ്കിൽ അല്ലേ, ഒരു ക്ലയൻറ്റ് ഒരു പിന്നെ വരുമ്പോൾ അവിടെ അവരോട് എല്ലാവരും അവരെ പ്രശ്നക്കാരനാക്കിയത് കൊണ്ടാണ് അവർ പ്രശ്നക്കാരമാകും മാറുന്നതും അങ്ങനെ അവർ വരുന്നതും ആണല്ലോ. ഈ വരുന്ന ഈ ആളുകളെ നമ്മളും ഒരു കൗൺസിലർ എന്നുള്ളവർക്ക് എന്താണ് പറ്റിയെന്ന്, അല്ലെങ്കിൽ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവൻ തുടർച്ചയായി കേൾക്കുന്നതാണ്. ഒരിക്കലും അവർ മനസ്സിൽ അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല, അവർ റിവീൽ ചെയ്യില്ല. അപ്പോൾ അവിടെ നമ്മൾ വളരെ എമ്പതറ്റിക്കായി അവരെ ഈ രീതിയിൽ അവരുടെ എന്തോ അവരല്ല ഇതിന് കുറ്റക്കാരൻ, എ തേർഡ് ഫാക്ടർ അവിടെ ഉണ്ട്, ആ ട്രോമ അവിടെ ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റി ബേസ് അതുകൊണ്ട് നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ വളരെ നല്ല രീതിയിൽ അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ചും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ കൗൺസിലിംഗ് മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് പല നിലക്ക് പല ടോപ്പിക് പിന്നെ സംസാരങ്ങൾ ഇത് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മെത്തേഡ് ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ ഒരു വളരെ വലിയൊരു ടോപ്പിക്ക് വളരെ കഷ്ടപ്പെട്ടൊന്ന് ബ്രീഫ് ചെയ്തു. അതിൻ്റെ ഒരുപാട് എക്സാമ്പിളൊക്കെ നമുക്ക് പറയാൻ പറ്റും. തൽക്കാലം ഞാനിവിടെ ബ്രീഫ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ കാര്യം ഒന്ന് ഓർക്കുമായിരുന്നു. 10ാം ക്ലാസ്സിലെ സാർ അധ്യാപകനാണോ? അധ്യാപകനാണോ? ഞാൻ അധ്യാപകനല്ല, ഞാൻ ഡോക്ടറാണ്. പക്ഷെ ഒരു 20 വർഷം എനിക്ക് അധ്യാപനത്തില് ചില ഡോക്ടർമാരെ കുട്ടികളെ പഠിപ്പിക്കുകയും നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും സമൂഹത്തില് പിന്നെ അംഗനവാടികളിലും അങ്ങനെ ഓൾഡ് ഏജ് ഹോമുകളിലും അങ്ങനെയുള്ള സാമൂഹ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ക്ലാസ് എടുത്തിട്ടുള്ളൊരു ഡോക്ടറാണ് ഞാൻ. അപ്പൊ ഈ സാറിത് പറഞ്ഞപ്പോഴേ ഞാൻ ഈ ബാബുവിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ ഒരു ബാബു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇതുപോലെ എന്നും പ്രശ്നക്കാരനാണ്. അവൻ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ഞങ്ങളെല്ലാം കൂടെ ബാക്കിയുള്ള കുട്ടികളെല്ലാം സമരം ചെയ്തു, ക്ലാസ് ബഹിഷ്കരിച്ചു. അപ്പൊ ശരിക്കും ഈ അധ്യാപകരൊക്കെ ഇതിനകത്ത് അവർക്കൊരു സൈക്കോളജി പേപ്പറുണ്ട്. ഈ സൈക്കോളജി പേപ്പർ ശരിക്കും ഇത് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരിത് ഉപയോഗിക്കുന്നത്. ആ മാർക്ക് വാങ്ങിച്ചു കഴിയുമ്പോൾ അവരതിനെക്കുറിച്ച് മറക്കുന്നു. ഇപ്പോൾ തന്നെ സാറ് പറഞ്ഞ എക്സാമ്പിളില് പുതിയ ഒരു അധ്യാപകൻ വന്നപ്പോൾ ആ അധ്യാപകൻ അവനെ വിളിച്ച് അവൻ്റെ അടുക്ക സംസാരിക്കുന്നു. പക്ഷെ ആ സ്കൂളിൽ എത്ര അധ്യാപകർ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ പ്രശ്നക്കാരനായിട്ട് കാണുകയും പ്രശ്നക്കാരനായിട്ട് മുദ്രകുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവന്റെ പ്രശ്നം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്ഥാനത്തിന് അർഹരല്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ സൈക്കോളജി എന്തിനാണ് ഒരു പേപ്പറായിട്ട് വെച്ചിരിക്കുന്നത്? ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള കുട്ടികളെ ഡീല് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ബാബു എന്ന് പറയുന്ന ഈ കുട്ടി വളരെ നല്ല പയ്യനാണ്. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ അത് ഞങ്ങൾ കൂട്ടുകാര് എല്ലാവരും ഇടപെട്ട് ഞങ്ങൾ കൂട്ടുകാർ അവനെ കൂടുതൽ എന്താ പറയുക സൗഹൃദങ്ങൾ കൊടുത്ത് അവരെ നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കൂട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഒരു സയൻസ് അധ്യാപകനുണ്ട്, ഗോവിന്ദപിള്ള സാർ. ഈ അധ്യാപകൻ ചെയ്തതുപോലെ ഗോവിന്ദപിള്ള സാറ് ബാബുവിനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ബാബു പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ 10ാം ക്ലാസ് കുട്ടികളെല്ലാം ഒന്ന് കൂടിയിരുന്നു. നല്ല നിലയിൽ ബാബു ഇന്ന് ജീവിക്കുകയും നല്ല ഒരു പിന്നെ പൊതു പ്രവർത്തന രംഗത്തും എല്ലാം നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരാളായിട്ട് ബാബു മാറി എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു ഫോർ. ഓക്കെ സാറേ, ഇത്ര വലിയൊരു കാരണം ഞാനിതൊരു ഉദാഹരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഒരുപാട് ജീവിക്കുന്ന
ആളുകളുണ്ടാവും. അപ്പം അത് ഇവിടെ വളരെ കൃത്യമായിട്ട് സ്വന്തം അനുഭവം പറഞ്ഞ സാറിന് വളരെ നന്ദി. അതേപോലെ തന്നെ ഈ സാറ് പറഞ്ഞത് തന്നെ ഈ പിന്നെ തൊഴിൽ ഇടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെ ഞങ്ങൾക്ക് അതിന് ഉദാഹരണമാണ്. പക്ഷെ അവര് പിന്നെ അത് ചില ഒരു OC പിന്നെ പേഴ്സണാലിറ്റി വരുന്ന ഒരാളെ. അല്ല, പക്ഷെ ഇതിലെന്താ അത് വെച്ചാൽ പിന്നെ സാറേ, ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയാം. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ സൈക്കോളജി. ഇപ്പോൾ നമ്മളെ BEd നമുക്കൊരു ഒന്നൊന്നല്ല, ആദ്യത്തെ 2-3 സെമസ്റ്ററിലൊക്കെ സൈക്കോളജി പേപ്പേഴ്സ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമുള്ള, എങ്ങനെയെങ്കിലും BEd പാസ്സാവാൻ എന്നുള്ളത് മാത്രമേ ആ ഒരു പേപ്പറുള്ളൂ. അത് എന്നാൽ നമുക്കൊക്കെ നല്ല ടീച്ചേഴ്സ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ ഭയങ്കര റിയൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് അവർ ആ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് കുറേ നമുക്ക് ധാരണ കിട്ടി. എന്നാൽ പലപ്പോഴും ഇതൊരു ജസ്റ്റ് ഒരു പാർട്ട് ഓഫ് സിലബസ് എന്ന നിലക്കാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞു വെച്ചാൽ, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് ഞാനവിടെ ഒരു സ്കൂളിൽ ചെന്നപ്പം UP ഹൈസ്കൂളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ UP എന്നോട് പിന്നെ അവിടുത്തെ നമ്മളെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, നമുക്കൊരു ക്ലാസ് തരുമല്ലോ. അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, 1-2 കുട്ടികൾ പിന്നെ പറഞ്ഞു, സർ അവർ MR കേട്ടോ പറഞ്ഞു, മെൻ്റലി റിട്ടാർഡാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ LD, വേറെ ചില പറഞ്ഞു അവർ LD എന്നിട്ടോ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ സയൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ എന്താ വെച്ചാൽ ഇലക്ട്രിസിറ്റി ആയിരുന്നു അന്ന് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ബാറ്ററിയും ബൾബും സാധനമൊക്കെ കൊണ്ടുപോയി ചെറിയ മിനി മോട്ടറൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ചെയ്തു പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവരോടും ഞാൻ നിർബന്ധമായിട്ട് പറയില്ല, പറ്റുന്നവർക്ക് എന്ത് ചെയ്യും, ഒന്നുകിൽ ഒരു ചെറിയൊരു പിന്നെ സർക്യൂട്ട് നന്നായിട്ട് പിന്നെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അന്ന് 2 കുട്ടികളാണ് കൊണ്ടുവന്നത്. ഒരു കുട്ടി അടിപൊളിയായിട്ട് ഒരു നല്ലൊരു പിന്നെ ചെറിയ പിന്നെ വുഡൻ പീസൊക്കെ വെച്ച് അതിൽ മോട്ടോർ ഘടിപ്പിച്ച് ഒരു മിനി ഫാൻ സ്വിച്ചൊക്കെ അതിൽ ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു. അതിൽ ഈ ഒരു കുട്ടി ആരാന്നറിയോ, അവന് എഴുതാൻ വളരെ സ്ലോ ആണ്. അപ്പം നമുക്ക് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവനെ കുറച്ച് കെയർ ചെയ്യായിരുന്നു. അവനെ കുറച്ചൊന്ന് പിന്നെ അവനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ പിന്നെ ആകെ 2 കുട്ടികൾ അന്ന് ഇവൻ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. MR എന്ന് പറഞ്ഞാൽ അവന് എഴുതാൻ വളരെ സ്ലോ ആണ്. ശരിക്കും പറഞ്ഞാൽ അവന് എഴുതാൻ നല്ല പ്രയാസമാണ്. അവന് പിന്നെ അത് സത്യം പറഞ്ഞാൽ വേറെ പ്രശ്നമാണ്. പക്ഷെ അവന് മൊത്തത്തിൽ അങ്ങ് MR എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം തന്നെ എന്നെ ജഡ്ജ്മെന്റിലാക്കുന്ന ഒരു പ്രിജുഡീസ് ആവുന്ന രീതിയിലാണ് ആ സാർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ ആ സാറെ വിളിച്ചിരുന്നു കേട്ടോ. വിളിച്ചിട്ട് ഞാൻ ഈ സംഭവം പറയുകയും ചെയ്തു, സാറേ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, കാരണം എന്താ വെച്ചാൽ ഈ ഒരു കുട്ടി മാത്രമാണ് ഫസ്റ്റ് ഡേ അടിപൊളിയായിട്ട് ഒരു മിനി ഫാൻ ഉണ്ടാക്കി കൊണ്ടുവന്നു. അവന് ശരി എഴുതാൻ പറ്റില്ല, പക്ഷേ ഈ സംഭവം അത്ര സ്കിൽഫുള്ളാണ്, അടിപൊളിയാണ്. ഞാൻ ചോദിച്ചവനാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ ഹെൽപ്പൊക്കെ കിട്ടി, പക്ഷെ അവനത് ചെയ്ത് കൊണ്ടുവന്നു. അടുത്ത ദിവസം വേറൊരു കുട്ടി, അവന് പഠിക്കുന്നൊരു കുട്ടി തന്നെയാണ്, അവൾ ഒപ്പിച്ച് കൊണ്ടുവന്നേക്കാണ്, വേറെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ജഡ്ജ്മെൻ്റലായിട്ട് അങ്ങ് ഓരോരുത്തരെ അതാന്നാണ് പറയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്കും എന്താ പറയുക, ഭീകരമാണ് അവസ്ഥ. കാരണം ഒരു പുതിയൊരു അധ്യാപനം വരുമ്പോഴേക്ക് പല ആളുകൾ പറയാണ്, അവനെ സൂക്ഷിച്ചോട്ടോ, അവൻ അങ്ങനെ ആട്ടോ എന്ന്. ഒരു വളരെ ഫ്രീ മൈൻഡോടുകൂടി ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ വിചാരിക്കുന്ന അധ്യാപകനെ പോലും വഴി തെറ്റിക്കുന്ന അധ്യാപകരാണ് എന്തുള്ളത് ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിലുള്ളതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം നമ്മൾ കാണുന്നതല്ല നമ്മളല്ലേ, കഴിവുകൾ വ്യത്യസ്തമാണ്. എല്ലാവരോടും ഒരേ പണി കൊടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നതിന് പകരം അവർക്ക് എന്താണ് കഴിവുള്ളത് അത് വളർത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപനം എന്നുള്ളത്. അല്ലെങ്കിൽ അധ്യാപനം എന്നല്ല, നമ്മളെവിടെയും ഒരു പാരൻ്റ് എന്നുള്ളവർക്ക് മക്കൾക്ക് മുമ്പ് തന്നെ നമുക്കൊരു പിന്നെ 2 മക്കളുണ്ടെങ്കിൽ 2നും ഒരേപോലെ ആവണം, ഡോക്ടറാവണം, എഞ്ചിനീയർ ആണെങ്കിൽ നമ്മളെന്താണ് അതാവണം എന്ന് വാശി പിടിക്കുന്നതിന് പകരം അവൻ്റെ കഴിവ് എന്താണോ അതിനെ അവനെ ഗൈഡ് ചെയ്ത് അവനെ കൊണ്ടുപോകാണ് വേണ്ടത്. അവർക്ക് ട്രോമ വരാത്ത രീതിയിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാണ് വേണ്ടതെന്നുള്ളതാണ് നമുക്കൊന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു സാർ. അതും ഓക്കെ, സാർ താങ്ക് ഒരു യു. ടീച്ചർ ആയതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെതായ ഒരു ലാളിത്യം സാറിന്റെ മുഖത്ത് കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ കൂടി തന്നെ സാർ അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച് ഡ്രാമ എന്താണെന്നുള്ളത്, ഡ്രാമ ഇൻഫോംഡ് സൈക്കോളജി. അതായത് ഇപ്പൊ ഈ കുട്ടിയില് സാറിപ്പം പറഞ്ഞതിൽ ഞാനിപ്പോ കണ്ടത്, ഈ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം ഈ കുട്ടിക്ക് കിട്ടിയ പേരന്റിങ് സ്റ്റൈലാണ്. പേരൻസ് നല്ലതായിരിക്കാം, പക്ഷെ അവർ വളർത്തിയ ആ ഒരു സാഹചര്യം ശരിയായില്ല. പേരന്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആയത്.
കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് ഈ സാറ് പറഞ്ഞതുപോലെ അമിഗ്ഡാള അത് ആ ഇമോഷണൽ ഇമോഷണൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പൊ അമിഗ്ഡാളയാണ് കുട്ടിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട ആ ഒരു ടൈമില് ഈ അമിഗ്ഡാല ലോജിക്കൽ കുറഞ്ഞിട്ട് അമിഗ്ഡാല കൂടുകയാണ് ആ ഒരു പ്രശ്നത്തിൽ ചെയ്യുന്ന. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് പേരൻസ് തന്നെയാണ് കുട്ടിക്ക്. ഉം. അപ്പൊ ആ ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടി എല്ലാവരിടത്തും വീട്ടില് ഉള്ള ആ പ്രശ്നം പുറത്തു വന്ന് അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി പ്രശ്നക്കാരനായിട്ട് കുട്ടി മാറുകയും, സാറ് പറഞ്ഞതുപോലെ ഈ എല്ലാ ഈച്ച് ആൻഡ് എവരി ചിൽഡ്രൻ ആർ യുണീക്. എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. അവർക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്, അല്ലേ? അപ്പം അതെ, ഓരോ കാര്യം പല അപ്പം കഴിവുകളുണ്ട്. ടീച്ചേഴ്സും അത് കണ്ടെത്തിയിട്ടില്ല, ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്, ഏതിലാണ് അവന്റെ സ്കില്ലുള്ളത്. അപ്പൊ അത് എമ്പതി പരമായിട്ട് കുട്ടിയെ ചേർത്ത് നിർത്തി അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ഇതേപോലെ എല്ലായിടത്തും അവനെ കുറിച്ച് കുറ്റങ്ങൾ മാത്രം ആരോപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന്റെ സ്വഭാവം വീണ്ടും വേറെ ഒരു ലെവലിലോട്ട് മാറുന്നതേ ഉള്ളൂ. ഇതാണ് അതിന്റെ കാരണം. ലാസ്റ്റ് ഘട്ടം എന്തായിരിക്കും സാർ അതിന്റെ? അതാണ് നമ്മള് ഇതിലിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഒരു സാറ് അവനെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ രാജേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ അതിന് ഓൺ അവരുടെ എന്താ പറയുക, നമ്മൾ ലൈഫ് കോഴ്സിൽ എവിടെയെങ്കിലും നല്ലൊരു തലോടൽ കിട്ടിക്കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടത്, അല്ലെ, ഒരു മനുഷ്യന് കിട്ടേണ്ടത് സ്നേഹവും പിന്നെ കെയറും ഒക്കെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവന് അതിൽ നിന്നും പിന്നെ തിരിച്ചു വരും, അവന് റിയൽ ലൈഫിലേക്ക് ഒരു മനുഷ്യൻ എന്നിലേക്ക് തിരിച്ചു വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ആളുകളാണ് ആൻറ്റി സോഷ്യലായിട്ടും ക്രിമിനൽസ് ആയിട്ട് മാറുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ, ആ അധ്യാപകനോട് വന്നില്ല നിൽക്കട്ടെ, എന്താ സംഭവിക്കുക? എല്ലാവരും, കാരണം മുറിവിൽ എണ്ണ ഇത് തേക്കുമെന്ന് അറിയില്ലേ, അപ്പോൾ എരിവ് തേൽക്കുക എന്ന് പറയുന്ന പോലെ എല്ലാവരും ചെയ്യുന്നത് എന്താ? ഓൾറെഡി ഈ കുട്ടി ട്രോമാറ്റിക് ആണ്, അവന് അങ്ങേറ്റം പിന്നെ മാനസികമായ മുറിവുള്ളൊരു കുട്ടിയാണ്. എല്ലാവരും അവൻ്റെ കുടുംബക്കാരും ബാക്കിയുള്ളവരും പറയുന്ന ഒന്നാണ്. അതേ സംഭവം സ്കൂളിലെത്തി അവിടുന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആ മുറിവ് കൂടുതൽ വഷളാവുകയും അതവസാനം അവൻ പിന്നെ ആരെയും വിശ്വാസമില്ലാതെ അത് പിന്നെ ഒരു തിരിച്ച് ലേമറല്ലേ ഫ്രൈറ്റ് അല്ലെങ്കിൽ ഫ്രീസ്. അപ്പോൾ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സർവൈവലാണ് അവിടെ. അപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ മാറും, സ്വാഭാവികമായിട്ടും ആരെയും വിശ്വാസമില്ല. പിന്നെ നമുക്കറിയാം, പിന്നെ അവർ കൂട്ടുകെട്ട് മാറും. സ്വാഭാവികമായും അവന് ഒരു ആൻറ്റി സോഷ്യലായി ക്രിമിനലായി മാറും. അപ്പോൾ ശരിക്കും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും ക്രിമിനൽസ് ജനനം കൊണ്ട് അവർ ക്രിമിനലായി ജനിക്കുകയല്ല ചെയ്യുന്നത്, സമൂഹമാണ് അവനെ ക്രിമിനലാക്കുന്നത്. കാരണം അങ്ങനെ വരുമ്പം നാട്ടുകാരൊക്കെ എല്ലാവരും പറയും, ഏതെങ്കിലും ഒരു പിന്നെ ബോധമുള്ള ഒരാൾ ഒന്ന് കൂട്ടിപ്പിടിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാവുന്നേ ഉള്ളൂ ആ ജീവിതം. പക്ഷേ അതിന് സമ്മതിക്കില്ല. ഒരാൾ ഇനിയിപ്പോൾ ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാൽ തന്നെ എന്താ പറയുക, ഓ ഇത്രയും കാലം നീ ഇങ്ങനെ അല്ലല്ലടാ, ഇപ്പം എന്തേ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവിടെയും അവനെ തിരിച്ച് അവൻ്റെ മറ്റേ ഇതിലേക്ക് പിന്നെ തള്ളിവിടുന്ന ഒരു സ്വഭാവമാണ് ആളുകൾ. നമ്മൾ ആളുകൾ അങ്ങനെയാണ്, ജഡ്ജ്മെൻ്റലാണ് അവർ. അവർക്ക് എപ്പോഴും താല്പര്യം ഈ ഇത്തരം കാര്യങ്ങളിലെ പിന്നെ നെഗറ്റീവ് ചിന്താഗതി. നമ്മൾ അത് സ്വാഭാവികമാണ്, അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്ക് ആ രീതിയിൽ ചിന്തിക്കാനാണ് ആൾ താല്പര്യം. നേരെ മറിച്ച് അതിൻ്റെ ഒരു മറുവശം ചിന്തിക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ അവൻ പറ്റ ഇൻട്രോ ആയിട്ട് അവൻ ആത്മഹത്യ ചെയ്ത് അവൻ ലൈഫ്, ഞാൻ അതും കൂടെ പറയാം. ഇത്തരം ഒരാൾ അവന് വളർന്നു വന്ന് അവൻ്റെ ഇതിലൊരു പിന്നെ പഠനവും കരിയറും മാത്രമല്ല, അവൻ്റെ റിലേഷൻഷിപ്പ്, അവനൊരു മാരേജ് ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും പിടിച്ചിക്കാൻ കഴിയില്ല. അവിടെയൊക്കെ അത് പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവനൊരു പാരൻ്റ് ആയി കഴിഞ്ഞാൽ അവൻ്റെ മക്കളോടും ഇതേ സംഭവം, കാരണം എന്താണോ അവന് കിട്ടിയത് അത് മക്കളോടും കാണിക്കും. എന്ന് വെച്ചാൽ വലിയൊരു ഒരു ചെയിൻ റിയാക്ഷനാണ്. അതങ്ങനെ അങ്ങ് പോവും. അവന് കിട്ടിയതല്ല അവനങ്ങനെ കൊടുത്ത് കൊടുത്ത് അങ്ങനെ പോയി പോയി. നമ്മൾ പിന്നെ ഇപ്പോൾ ഇതിൽ അറിയുന്നവർക്ക് നമ്മൾ ആറ്റം ബോംബ് എങ്ങനെ ഉണ്ടായിരുന്നത്? ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഒരു ചെയിൻ റിയാക്ഷൻ, അത് അൺകൺട്രോൾഡ് ആയി പോയി അവസാനം ആ എനർജി എല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ആരും അങ്ങനെ പോയി പോയി അവസാനം അതങ്ങ് എല്ലാവർക്കും കൊടുത്ത് കൊടുത്ത് അതങ്ങ് എല്ലാവരെയും നശിപ്പിച്ചിട്ട് അത് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു സാർ, കൺഗ്രാജുലേഷൻ. താങ്ക് യു.
സജിന മാം. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആഡ് ചെയ്യാണ്ടൊക്കെ ആഡ് ചെയ്യാട്ടാ. ഇതിലെന്ന് വെച്ചാൽ ഒരുപാട് റിസർച്ച് കാര്യം പറഞ്ഞ ഒരുപാട് തെറാപ്പീസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അല്ല ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. സജിന മാം ലെഫ്റ്റ് ആയി പോയാ? ഈ സ്കൂളുകളിൽ തന്നെ ഈ കൗൺസിലിംഗ് യോഗ അധ്യാപകര് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഈ അമിഗ്ഡാല ഇമോഷണൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യിപ്പിച്ച് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. യാ ആ. നമ്മളെ ബ്രീതിങ് എക്സസൈസ് നമ്മൾ പറയുന്ന ഒരുപാട് ഇന്നത്തെ എറോബിക് ഇതൊക്കെ എല്ലാം അതിനെ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്ത് അതിനെ എന്താ പറയുക, പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ അത് എൻഹാൻസ് ചെയ്യും. അതെ അതെ. അപ്പൊ ആ കുട്ടിക്ക് ലോജിക്കലായിട്ട് ചിന്ത തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൺട്രോൾ കിട്ടും. ഇമോഷണൽ അതെ അതെ ഇഷ്യൂസ് മാറിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ, കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടാവുമല്ലോ. അപ്പൊ അതെ പഠിത്തത്തിലോട്ട് അതെ അതെ എന്തെങ്കിലും ഒന്ന് എൻഗേജ് ആക്കി കൊടുക്കാൻ ടീച്ചേഴ്സിനെ കൊണ്ടും കഴിയും. അതെ അതെ. ഓക്കെ അല്ല, സർ. പലപ്പോഴും അറിവില്ലാത്തത് കൊണ്ടാണ് ആളുകൾ, ഐ മീൻ ആരും ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർ അങ്ങനെ പെരുമാറുന്നത്. ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം അതൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ല, ടീച്ചേഴ്സ് ആയാലും ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന എല്ലാവരും സ്വാർത്ഥരാണ്. അപ്പൊ സ്വന്തം മക്കളെ പോലെ തന്നെ കുട്ടികളെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് വേണ്ടി ഒരു എമ്പതി കൊടുത്ത് അവരെ ഓവർകം ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇത് ഒരു വലിയ സബ്ജക്റ്റാണ്. ഒരുപാട് അതെ ഒരുപാട് അതെ. എക്സാമ്പിൾസ് പറയാൻ പറ്റും. എത്രയോ ആൾക്കാര് ഉം. പിന്നെ ഇങ്ങനെ വളരെ മോശമായിട്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ട് നടന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നന്നായി എത്രയോ പേരുണ്ടെന്നുള്ളത് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. വലിയ സബ്ജക്റ്റാണ് സാർ. ഇത്രയും ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ട്, ഒരുപാട് പിന്നെ പിന്നെ വേസ് ഉള്ള ഒരു ടോപ്പിക്സ് ഉള്ള ഒരു വലിയൊരു ഏരിയയാണ്. ശരിയാണ് സാർ. അത് ഇത്ര ചുരുക്കി ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചത് സാറിന്റെ കഴിവ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. യുവർ എബിലിറ്റി. എന്ന് വെച്ചാൽ എനിക്കൊരു അധ്യാപകനായതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞു, ഇത് ടീച്ചിങ് ഫീൽഡ് മാത്രമല്ല, എല്ലാം നമ്മുടെ ഏത് ഇതിലായാലും നമ്മുടെ വീടുകളിലാണെങ്കിലും എല്ലാം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഒരു, പക്ഷേ ഏറ്റവും കൂടുതൽ റെലവൻ്റ് അത് കുട്ടികളുടെ പിന്നെ ആ ചൈൽഡ്ഹുഡ് ഏജ് മുതലാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ആ ഫസ്റ്റ് 6 ആദ്യത്തെ 6 വർഷമാണ് ഒരു കുട്ടിയെ ചേർത്തോളം അവൻ്റെ എല്ലാം നമ്മൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 വയസ്സാകുമ്പോഴാണ് ശരിക്കും ഓൾമോസ്റ്റ് അത് ആവുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ സമയത്താണ് ഈ ഇത്തരം നല്ല അനുഭവങ്ങൾ ഉണ്ടാവേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആദ്യത്തെ 6 വർഷം നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പിന്നെ റിഫ്ലക്ഷൻ മാത്രമാണ് ഫർദർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും വളരെ പാരൻസും ഈ ഒരു ഏജിലുള്ള കുട്ടികളെ, പ്രത്യേകിച്ചും പ്രൈമറി പിന്നെ നമ്മൾ LP ഒക്കെ ആ പിന്നെ പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് റെഡിയാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ബ്രെയിൻ എംബഡഡ് ആയിട്ട് മാറും അതിൽ പിന്നെ ആ ന്യൂറൽ അതിൻ്റെ പാത്വേക്ക് അനുസരിച്ചാണ് ആ കുട്ടിയുടെ പിന്നെ ബാക്കി കാര്യങ്ങൾ വരിക. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് ആർക്കും എന്തെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറിനെ കണ്ടിട്ട് കുറച്ച് നാളായി. പിന്നെ ഞാനിവിടെ നാട്ടിലില്ലേ, മാൽഡീവ്സിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അറിയാം സ്കൂളിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ 6:30 ഇവിടെ സ്കൂളിൽ നമ്മൾ സൈൻ ചെയ്യണം. മോർണിംഗ് രാവിലെ മുതൽ ഉച്ച വരെയാണ് സ്കൂളിൻ്റെ ടൈം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം നമുക്ക് പറ്റൂല, വർക്കിംഗ് ഡേയ്സിൽ ഒരിക്കലും പറ്റൂല. പിന്നെ തിരക്കൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും സന്തോഷം, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ റഫ് സർ, താങ്ക് യു. സജന മാം സർ, ഞാനിവിടെ ഉണ്ടായതിന്റെ ഇടയിൽ ഞാൻ ഡിസ്കണക്ട് ആയി പോയി. ഇപ്പൊ ഹോസ്റ്റ് മാറിയുണ്ട്. ഓക്കെ ഓക്കെ. അതെ അതെ അതെ. ഇപ്പൊ താങ്ക് യു സർ, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, വെൽക്കം. അതെ, അജിരാജ് സാറാണ് ഇപ്പോ ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്.
ആ സാറൊന്ന് അതിന്റെ നമുക്ക് ഇടയിൽ വൈൻഡപ്പ് തന്നെ ചെയ്യാല്ലേ? കണക്ഷൻ പോയി. ഓക്കെ പ്രത്യേകിച്ച് വൈൻഡപ്പ് ഒന്നുമല്ല, ചെയ്യാല്ലേ വൈൻഡപ്പ് സാർ? ചെയ്യാം. നല്ല സെഷൻ ആയിരുന്നു സാർ ശരിക്കും. ഉം, അതെ അതെ. നമ്മള് ടീച്ചേഴ്സിനൊക്കെ ശരിക്കും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ അതെ കുട്ടികളോട് ഇടപഴകുമ്പോഴും അവരുടെ ഓരോ പെരുമാറ്റം, ബിഹേവിയർ എല്ലാം നോക്കിയിട്ട് നമ്മൾക്കും കുറെ കാര്യങ്ങൾ നല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ സാർ? അജി സാർ ഒന്ന് എൻഡ് കൊടുക്കോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും, സഞ്ജ മാം മറ്റ് പങ്കെടുത്ത എല്ലാവർക്കും, വളരെ ആക്റ്റീവായി പങ്കെടുത്ത രാജേന്ദ്ര സാറ്, നമ്മളെ റീന, അന്ന മാം, എല്ലാവർക്കും, റോസ് സാർ, എല്ലാവർക്കും നന്ദി. ഓക്കെ മാം, എൻ്റെ കൊടുത്തേക്കാം. സാർ